ഈശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനൊരു ചെറിയ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളത് കാണാതിരിക്കരുത്. പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ നിർബന്ധമായും കാണണം. അതുപോലെ ചെറുപ്പക്കാരും അത് കാണാതിരിക്കരുത്. നിങ്ങൾക്കിതിനി വേറെ ഒരു സ്ഥലത്തുനിന്നും ഇങ്ങനെ ഒരു വീഡിയോ കേൾക്കാൻ പറ്റത്തില്ല, കിട്ടത്തുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിർബന്ധമായിട്ടും ഇത് കേൾക്കണം. ഞാനിപ്പം പറയാൻ പോകുന്നത് കൈവശത്തെക്കുറിച്ചാണ്. അതായത് 4 പൈശാചിക ശക്തികളായ ചാത്തൻ സേവ, കൂടോത്രം, മന്ത്രവാദം, കൈവശം. അതിൽ ചാത്തൻ സേവയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് എനിക്ക് തോന്നിയത് കൈവശത്തിന് അതൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇന്ന് മക്കളും പെൺകുട്ടികളും ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാ, മനസ്സിലായില്ലേ? എന്താണ് കൈവശം? അതല്ല നിങ്ങൾ അറിയേണ്ടത്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് കൈവശം? ഈ കൈവശം എന്ന് പറഞ്ഞാൽ ഇത് ഒരു വിഷമൊന്നുമല്ല, മനസ്സിലായില്ലേ? ഇതിനകത്ത് വിഷമൊന്നുമില്ല, വിഷമോ മരുന്നോ ഒന്നുമില്ല. ഇത് ഒരു പൈശാചിക ശക്തിയാണ്. ഒരു പൈശാചിക ശക്തിയെ കയറ്റി വിടുന്ന ഒരു പലഹാരത്തെ, ഒരു ഭക്ഷണത്തെ കയറ്റി വിട്ടിട്ട് അത് നമ്മൾ കഴിക്കുമ്പോഴാണ് അത് ഈ കൈവശമായിട്ട് മാറുന്നത്. ഈ കൈവശം എന്ന പേര് വരാൻ കാരണം ഇത് നമ്മൾ ഭക്ഷണമായിട്ട് കഴിക്കുന്നതുകൊണ്ടാണ്. ഭക്ഷണത്തിൽ കഴിക്കുന്നതുകൊണ്ടാണ് അത് കൈവശമായിട്ട് മാറിയത്. അല്ലാണ്ട് അതിന് വിഷത്തിൻ്റെ ശക്തിയോ അങ്ങനെ ഒന്നും അതിനകത്തില്ല. അത് ആരൊക്കെയോ പറയുന്നുണ്ട്, അങ്ങനെ വിഷാംശം അതിനകത്തുണ്ട്, അത് നമ്മുടെ മേത്തേക്ക് വരും. ഇല്ല, വിഷാംശം ഒരിക്കലും അതിനകത്തില്ല. അത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവരത് പറഞ്ഞു പോകുന്ന, മനസ്സിലായില്ലേ? നമ്മളല്ലേ ഈ 4 പൈശാചിക ശക്തികൾ, ചാത്തൻ സേവ, കൂടോത്രം, മന്ത്രവാദം, കൈവശം, ഈ 4 എണ്ണത്തിൽ 3 എണ്ണത്തിന് നമുക്ക് ഒഴിവാക്കാം. ചാത്തൻ സേവയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടിയാൽ മതി, അത് നമുക്ക് ഒഴിവാക്കി കളയാം. ഒഴിവാക്കാൻ പറ്റാത്തത് ഉണ്ടെങ്കിൽ അത് കൈവശമാണ്. ഈ 3ഉം മനുഷ്യൻ്റെ പുറത്താണ് സംഭവിക്കുന്നത്. കൈവശം മനുഷ്യൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് അതിനെ ഒഴിവാക്കാൻ പറ്റാത്തത്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്, നിങ്ങളിത് കേൾക്കണം. നിങ്ങൾ കേൾക്കാതെ പോകരുത്. ഇത് ഇന്ന് നമ്മുടെ പെൺമക്കളൊക്കെ എത്രയോ പേരാണെന്നറിയോ നശിച്ചു പോണേ. കാരണം സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ഇഷ്ടം തോന്നി, അവർക്ക് ആ കുട്ടിയെ കിട്ടില്ല എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ ആ കുട്ടി ഇവരിലേക്ക് അടുക്കാതിരിക്കുമ്പം അവർ ചെയ്യുന്നൊരു പണിയാണ് ഈ കൈവശം കൊടുക്കുക. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാ സ്ഥലത്തും ഇത് കിട്ടും. ബോർഡൊക്കെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ഈ സാധനം കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അത് പോയി അവർ പറഞ്ഞ് മേടിക്കും. ഈ പെൺകുട്ടിക്ക് എന്നോട് ആകർഷണം തോന്നണം, എന്നിലേക്ക് കടന്നു വരണം എന്നൊക്കെ പറഞ്ഞുള്ള ആ മന്ത്രവാദിയോട് പറയുമ്പം അയാൾ അത് ചെയ്തു കൊടുക്കും. മനസ്സിലായില്ലേ? ഇതെന്താ സംഭവം എന്ന് അറിയണ്ടേ? ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് കൈവശം എന്ന് ഈ 4 പൈശാചിക ശക്തികളും നമ്മുടെ മനുഷ്യൻ ഭൂമിയിൽ പാപം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ്റെ ആത്മാവിനെ മന്ത്രവാദികൾ പിടിച്ചിട്ട് ആ ആത്മാവിനെയാണ് ഈ 4 പ്രക്രിയയ്ക്കും വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത്. അല്ലാണ്ട് വേഷമൊന്നുമല്ല. അപ്പോൾ ഒരു ശക്തിയെ, ഒരു പൈശാചിക ശക്തിയെ പിടിച്ചിട്ട് ഭക്ഷണത്തിലേക്ക്, അതിപ്പം അതിന് ഇന്ന ഭക്ഷണം ആണെന്നല്ല, ഈ നമ്മുടെ മുട്ടായിൽ കയറ്റി വിടാം. മുട്ടായിലേക്ക് അതിനെ ആവഹിച്ചിട്ട് അവർ നമുക്ക് ആ മുട്ടായി തന്നോടും ആ മുട്ടായി കൊണ്ട് ആര് കൊടുക്കണോ, ആര് കഴിക്കണോ ആ ആൾ ഇവർക്ക് അടിമയാകും. അല്ലെങ്കിൽ അയാൾ വിളിക്കുന്ന പോലെ ഈ ആൾ പോരും, അല്ലെങ്കിൽ ഈ ആൾ നശിച്ചു പോകും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പെൺകുട്ടികൾക്കെല്ലാം കൊടുക്കുന്നത് ഇതാണ്. ഈ മിഠായി മേടിച്ച് ഈ മിഠായി കൊണ്ടുവന്ന് കൊടുക്കും. അതിൽ ഭക്ഷണത്തിൽ എന്തെങ്കിലും കലർത്തി ഈ പെൺകുട്ടികൾക്ക് കൊടുക്കും. അങ്ങനെയാണ് ഇവർ വശത്താക്കണം. അല്ലാണ്ട് ലവ് ജിഹാദും ഈ ജിഹാദും ഒന്നും
അല്ല. പല പെൺകുട്ടികളും ഇങ്ങനെ ഓടിപ്പോകുന്നതും തെറ്റിപ്പോകുന്നതും എല്ലാം ഇതിൻ്റെ ശക്തി കൊണ്ടിട്ടാ. മനസ്സിലായില്ലേ? അല്ലാണ്ട് ലവ് ജിഹാദൊന്നുമല്ല അതാ ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾ കാരണന്മാർ കേൾക്കണം. എന്നിട്ട് മക്കളെ നല്ല രീതിക്ക് വളർത്തി പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോകണം. ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ്. ഈ പഠിക്കേണ്ട സമയത്ത് അവർ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകാതെ പഠനം മാത്രം ശ്രദ്ധിക്കുക. പ്രേമവും കല്യാണമൊക്കെ അതിന് ശേഷം. ഇത് ലോകം നശിച്ചുകൊണ്ടിരിക്കുക. ഈ ലോകം നശിച്ചിരിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല. മക്കളൊക്കെ പോവും. അതാണ് ഈ കൈവശം എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഞാനിത് ചെയ്യണ്ട എന്ന് വെച്ചിരുന്ന, പക്ഷേ ഇപ്പം ഈ ഇതിനകത്തെല്ലാം യൂട്യൂബിലൊക്കെ കൈവശത്തെക്കുറിച്ചൊക്കെ ഉള്ള തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്തു പോകുന്നതാണ്. അതുതന്നെയല്ല, പെൺകുട്ടികൾ ഒത്തിരി പെൺകുട്ടികളുണ്ട്, ചെറുപ്പക്കാരും പോകുന്നുണ്ട്, ഇത് കഴിക്കുന്നുണ്ട്. അവർക്കൊന്നും അറിയത്തില്ല ഇതിൻ്റെ അവസാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഈ സാധനം ഉള്ളിലുണ്ടെങ്കിൽ, ഈ കൈവശം ഉള്ളിലുണ്ടെങ്കിൽ അതിൻ്റെ വിവാഹ ജീവിതമെല്ലാം തകർന്നു പോകും. അതായത് 6 മാസം അല്ലെങ്കിൽ 1 വർഷം അത്രേ അവർക്ക് പിടിച്ചേക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോൾ ആ ബന്ധം വേർപെടും. എത്രയോ ഡൈവോഴ്സ് നടക്കുന്നത്. ഈ ഡൈവോഴ്സ് ആവേണ്ട പിള്ളേരെ ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. ഞാനൊരു 300-400 പേരെ ഞാൻ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഈ സാധനത്തിന് അവരെ ഒഴിവാക്കാൻ പറ്റത്തില്ല. നമുക്ക് അതിനെ ശമിപ്പിച്ചിടാം, അതിനെ തളർത്തിയിടാം, അതിനെ നിർവീര്യമാക്കിയിടാം. അതിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഡൈവോഴ്സൊന്നും വേണ്ടാന്ന് അവർ ഡൈവോഴ്സിനുള്ള എല്ലാ സെറ്റപ്പും ചെയ്ത് ജീവിച്ച് കേസൊക്കെ നടന്നതിന് എത്ര പേരെ മാറ്റി പോയേക്കണമെന്നറിയാമോ? നമുക്ക് കഴിയുന്ന ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കും. എനിക്കറിയാവുന്ന ഈശോ എനിക്ക് ഏൽപ്പിച്ചൊരു ദൗത്യമാണ് ഈ പൈശാചിക ശക്തികളെ ബന്ധിക്കാനുള്ളത്. അതായിരുന്നു എൻ്റെ മിനിസ്ട്രി തന്നെ. അപ്പോൾ അതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാം ഈ കുട്ടികളെല്ലാം നശിച്ചു പോവുക. 6 മാസം, ഏറ്റവും കൂടിയ 1 വർഷം കഷ്ടിച്ചാൽ നിൽക്കത്തുള്ളൂ. അതേപോഴത്തേക്കും ഡിവോഴ്സ് വേണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം അവർക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതാണ് ഈ കൈവശത്തിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യം. ഇത് ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ആരും വേണ്ട. പിന്നെ അവനാണ് ഈ കുട്ടിയെ നിയന്ത്രിക്കുന്നത്. പിന്നെ അവൻ്റെ നിയന്ത്രണത്തിലാണ് ആ കുട്ടി പോണത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യം. ഈ സാധനത്തിന് പലരും ഇത് എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നാശത്തിലേക്ക് പോയ പലരും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇതെടുക്കാൻ പറ്റത്തില്ല. ഇത് ആര് വിചാരിച്ചാലും ഇത് ഈ വയറ്റിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ഈ എങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ 25,000 രൂപ എടുത്തു കഴിഞ്ഞാൽ ഈ സാധനം എടുത്തു തരും. വായിലെന്തോ ഒരു കുഴൽ വെച്ചിട്ട് വലിച്ച് കഴിയുമ്പം ഒരു മാംസകഷ്ണം, ഒരു ഉണ്ട, അതുമ്പോൾ കുറേ രോമങ്ങളൊക്കെ വളർന്ന ഒരു ഉണ്ട സാധനം അവർ ഈ കുഴലിൽ നിന്ന് എടുത്ത് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അതൊന്നും കിട്ടത്തില്ല. അങ്ങനെയല്ല ഈ സാധനം. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വയറ്റിലേക്ക് പോണേ. വയറ്റിൽ ചെന്ന് ഏറ്റവും അടിവയറിലാണ് ഈ സാധനം സ്റ്റോർ ചെയ്യണേ. ഇത് ജീവനുള്ളതാണ്. ഇതിന് ജീവനുണ്ട്. ഇതിന് നമ്മൾ കണ്ടില്ലേ, ചില വീടുകളുടെയൊക്കെ ഫ്രണ്ടിലെ മതിലയിൽ ഇങ്ങനെ ഒരു സൈസ് ചെടി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ചെടി വളരുന്നുണ്ടോ? അതേപോലെയാണ് ഈ സാധനം നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ വയറിൻ്റെ അടിവയറ്റിൽ ഒരു അറ്റത്ത് അത് കൂടും. അത് കൂടിയിട്ട് അത് പയ്യെ അത് വളരും. അതങ്ങനെ വളർന്ന് ഈ വയറിൻ്റെ ഇങ്ങേ അറ്റം വരെ എത്തും. അത് പിന്നെ അങ്ങനെ ഉരുണ്ടു തന്നെ. അതിനെ പിന്നെ അങ്ങനെ ഉരുട്ടിയെടുക്കണേ എനിക്കറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ ഒരു തട്ടിപ്പാണ്. ഇതൊക്കെ ഒരു കാശ് മേടിക്കാനുള്ള ഒരു തട്ടിപ്പാണ്. അല്ലാണ്ട് ഈ സാധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാര്യം നടക്കില്ല. ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇതിനാണ് അത് ആര് ഒഴിവാക്കാന്ന് പറഞ്ഞാലും അത് തെറ്റാണ്.
അതിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല ഒരിക്കലും. അതിങ്ങനെ ഈ ഉള്ളിലിങ്ങനെ പടർന്ന് പിടിച്ചുകൊണ്ട് പോരും. അവസാനം വരുമ്പം എന്ത് സംഭവിക്കും? ഒന്നുകിൽ ആ വ്യക്തി ആത്മഹത്യ ചെയ്യും, അതല്ലെങ്കിൽ അതിൻ്റെ പര്യവസാനം വന്നത് അവർ യാത്ര ചെയ്യുമ്പം ആ കുടുംബം മൊത്തം നമ്മൾ കണ്ടിട്ടില്ലേ, പേപ്പറിൽ കണ്ടിട്ടില്ലേ, വണ്ടി ആക്സിഡൻറ്റിൽ കുടുംബം മുഴുവൻ മരിച്ചുപോയി. ഒരു ആക്സിഡൻറ്റിൽ മുഴുവൻ കുടുംബം അംഗങ്ങളും മരിച്ചു പോകും. ഇതാണ് അതിനകത്ത് കാരണം. അതിനകത്ത് ഒരാൾ ഇതുള്ളതായിരിക്കും അതിനകത്ത് ഒരാൾ. ഇനി പുറത്തുനിന്ന് ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഒരാൾക്കും കണ്ടുപിടിക്കാനും പറ്റത്തില്ല, ഒരാൾക്കും അതിനെ ഒഴിവാക്കാനും പറ്റത്തില്ല. ഇതാണ് അതിൻ്റെ സത്യം. പിന്നെ ആരെങ്കിലുമൊക്കെ ഒഴിവാക്കി തരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തു തന്നെ, അതൊന്നും നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഒഴിവാക്കാം. ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന ഈ സാധനത്തിന് എങ്ങനെ ഉരുണ്ട് വരും? എങ്ങനെ അത് മാംസമായിട്ട് ഉരുണ്ട് രോമമൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് നമ്മൾ. അതുണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാകത്തില്ല. അങ്ങനെ സംഭവിക്കുകയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ കള്ളത്തരാണ്. അത് നിങ്ങളുടെ പൈസ മേടിച്ചെടുക്കാൻ വേണ്ടി ചെയ്യണം. ആ സാധനം ഉള്ളിൽ തന്നെ കിടപ്പുണ്ടാവും. അപ്പോൾ ഇപ്പം ഞാനിത് പെൺമക്കളുള്ള കാർന്നന്മാരെല്ലാം കാണണം എന്ന് പറയാനുള്ളതിൻ്റെ കാരണം, നിങ്ങൾ നിങ്ങളുടെ മക്കളെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പഠിക്കാൻ പോകുന്ന കുട്ടികൾ പഠിക്കണം. പഠനം കഴിഞ്ഞിട്ട് മാത്രമേ അവർക്ക് കല്യാണത്തെക്കുറിച്ച്, പഠനമൊക്കെ കഴിഞ്ഞ് ഒരു ജോലി കിട്ടുന്നത് കഴിഞ്ഞിട്ട് മാത്രമേ അവർക്ക് കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ആ കല്യാണമൊന്നും നടക്കില്ല. അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അവരുടെ ജീവിതം തകർന്നു പോകും. ആ മക്കളെ നമ്മൾ തിരിച്ച് നല്ല വഴിയിലേക്ക് ആക്കി നല്ലത് പറഞ്ഞു കൊടുത്ത് നല്ല അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരണം. ഇപ്പോൾ നമ്മുടെ പള്ളികളിലെല്ലാം ഈ യൂത്തിനെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ യൂത്തിലെ കുട്ടികൾക്ക് ഇത് ആരെങ്കിലും വഴി പറഞ്ഞ് കൃത്യമായിട്ടും അത് അതിനകത്ത് വേറെ ഒരു ലാഭം നോക്കിയിട്ട് പറയരുത്. അവർക്ക് അറിയാമെങ്കിൽ മാത്രം ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അവരെ ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാം. അതല്ലേ? അതിന് നമ്മുടെ വികാരി അച്ഛന്മാർക്കൊക്കെ സാധിക്കും. വികാരി അച്ഛന്മാരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ക്ലാസ് ഈ കൈവശത്തിനെ കുറിച്ചുള്ള ഒരു ക്ലാസ്, അതെങ്ങനെ പ്രവർത്തിക്കുന്നു, അതിനകത്ത് പ്രവർത്തിച്ചാൽ അത് സംഭവിച്ചാൽ അതെന്ത് സംഭവിക്കും, അത് നമ്മൾ കഴിച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ എന്താണ് സംഭവിക്കണേ എന്നുള്ളതൊക്കെ അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അത് പറഞ്ഞു കൊടുത്താൽ ആ കുട്ടികൾക്ക് ഉപകാരപ്പെടും. അങ്ങനെ നമ്മുടെ പെൺകുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാം. നമ്മൾ പറയുന്നത് തന്നെ ലവ് ജിഹാദ്, അതൊന്നുമില്ല. അതൊന്നും നമ്മുടെ പെൺകുട്ടികളെ തൊടത്തില്ല. ഇതാണ് ഇതിൻ്റെ കാരണം. ഇത് കൊടുത്ത ആൾക്ക് പോലും ആ സാധനത്തിന് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. കൈവശം ചെയ്ത് കൊടുത്ത ആ മന്ത്രവാദിക്ക് വരെയും ആ സാധനം തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് കൈവശം എന്നല്ല, ഈ 4 പൈശാചിക ശക്തികളെയും ഒരു പ്രാവശ്യം ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ അവർക്ക് സാധിക്കത്തില്ല. അവർ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇതൊരു വലിയൊരു ആപത്താണത്. വലിയൊരു ആപത്തെന്ന് പറഞ്ഞാൽ വലിയൊരു ആപത്താണ്. എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളികളിലുള്ള ഈ യൂത്ത് കുട്ടികൾക്ക് നല്ലൊരു ക്ലാസ് കൊടുത്ത് അവരെ അതിൽ നിന്ന് മനസ്സിലാക്കിക്കണം. അവരെ ഇത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനുള്ള കഴിവും ആ ക്ലാസ് എടുക്കുന്ന ആൾക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവർക്ക് വിശ്വാസമാകത്തില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ പെൺകുട്ടികളെ ഇനി അങ്ങനെയൊന്നും വീഴാതെ, അങ്ങനെയുള്ളൊരു തെറ്റിലേക്ക് വീഴാതെ അവരെ സംരക്ഷിച്ച് നിർത്താൻ പറ്റും. മനസ്സിലായില്ലേ? അതുകൊണ്ടത് ഒന്ന് ശ്രദ്ധിച്ചാൽ, അതിനകത്തേക്ക് എല്ലാവരും കൂടി ഒന്ന് മനസ്സ് വെച്ചാൽ ആ നമ്മുടെ തലമുറ നശിച്ചു പോകത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ പെൺമക്കളൊക്കെ നശിച്ചു പോകും. നമ്മളല്ലേ, എനിക്കറിയാവുന്ന ഒത്തിരി പെൺകുട്ടികളുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ജീവിക്കാൻ പറ്റാതെ. കാരണം ഇതാണ് അതിൻ്റെ കാരണം, ഈ ഡിവോഴ്സാണ്. 1 വർഷത്തിനുള്ളിൽ തന്നെ എല്ലാം പിരിഞ്ഞു പോകുന്ന ഒത്തിരി പേരെന്നറിയാം.
ഞാൻ തന്നെ പറഞ്ഞില്ലേ, എത്രയോ പേര് അതിൽ നിന്ന് ഒഴിവാക്കി ഇപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട്, കുറേ മക്കളുണ്ട്. അപ്പം അത് നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ മക്കൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. കർത്താവായി യേശു വിശ്വസിക്കുന്ന ഒരു കുഞ്ഞും നഷ്ടപ്പെടാൻ പാടില്ല. അതിന് എല്ലാവരും മാതാപിതാക്കളും വൈദികരും ഒക്കെ ഇതിനകത്ത് പൂർണ്ണമായിട്ടും സഹകരിക്കണം. അവർ വേറെ ഇതിനകത്ത് ലാഭിച്ച നോക്കരുത്. ശരിയല്ലേ? ഇതൊരു വലിയൊരു അപകടം. അതാണ് കൈവിഷം. അതുപോലെ തന്നെ എത്രയോ മനുഷ്യരാണെന്ന് മദ്യത്തിൻ്റെ അടിമയായി പോകുന്നത്. മദ്യത്തിന് അടിമയാവും. കടം വന്ന് നശിച്ച് ആകെ തകർന്നും അവസാനം എന്തു ചെയ്യും? ആത്മഹത്യ ചെയ്യും. ഇതിൻ്റെ എല്ലാം കാരണം ഈ കൈവിഷ. ഒരാളോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ട വലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈവിഷം, ഈ സാധനം. അത് ചിലപ്പം ഒരിക്കൽ ഞാൻ ഇവിടെ ഈ ഇടുക്കിയിൽ ഞാനിങ്ങനെ മദ്യപാനികൾക്ക് ധ്യാനം നടത്തുന്നുണ്ടായിരുന്നു, തൊടുപുഴ ഇടുക്കിയിലൊക്കെ. അപ്പോൾ അവിടെ വന്ന ഒരാളെ ഞാൻ പ്രാർത്ഥിച്ചു നോക്കിയപ്പം അയാൾക്ക് ഈ സാധനം കിടക്കുക. അതിനകത്ത് ഈ മദ്യം കഴിക്കുന്നതിനകത്ത് 90% പേരും ഈ കൈവിഷത്തിന് അടിമയാണ്. 90% പേരും കൈവിഷത്തിന് അടിമയാണ്. അപ്പോൾ ഞാൻ ഒരാളുടെ ഒരു ദിവസം നോക്കിയപ്പോൾ അതിനകത്ത് ഒരാൾ പച്ചവെള്ളത്തിൽ, നിങ്ങൾ നോക്കി, പച്ചവെള്ളത്തിലാണ് ഈ സാധനം കയറ്റി കൊണ്ടുവന്നേക്കണേ. എന്നിട്ട് അത് അയാൾക്ക് കുടിക്കാൻ കൊടുത്തു. അയാൾ അതിൽ പിന്നെ മദ്യപാനിയായി. എത്ര കുടുംബങ്ങളാണെന്നറിയുമോ? എത്ര കുടുംബങ്ങൾ അങ്ങനെ നശിച്ചു പോകണമെന്നറിയുമോ? എത്ര മനുഷ്യരാണ് നശിച്ചു പോകണമെന്നറിയുമോ? ഇതിൻ്റെ എല്ലാം കാരണം ഈ കൈവിഷമാണ്. അവർക്ക് വൈരാഗ്യം തോന്നുക അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുക, അപ്പം തന്നെ അവർ ഈ സാധനം ഇത് മേടിക്കാൻ കിട്ടും. ഇഷ്ടംപോലെ സ്ഥലത്ത് ചെന്ന ഈ കൈവിഷം കിട്ടും. അത് ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനത്തിനകത്ത് ചേർത്ത് അവർ തരും, അതിനകത്ത് കയറ്റി തരും. അതിനകത്ത് വിഷമൊന്നുമില്ല. അതിനകത്ത് ഈ വിഷവും കിഷമൊന്നുമില്ല. അത് ഈ പൈശാചിക ശക്തിയെ ഈ ഭക്ഷണ പദാർത്ഥത്തിലേക്ക് കയറ്റി തരും. അത് നമ്മൾ ഇവർക്ക് കൊണ്ട് കൊടുത്താൽ അവർ തീർച്ചയായിട്ടും അത് പോകും. അവരോട് പറയും, അവൻ കുടിക്കണം, കുടിച്ചോ നശിക്കണം. എന്ത് ദ്രോഹം മനുഷ്യൻ ചെയ്യണമെന്നറിയോ? അത് വലിയൊരു ദ്രോഹം. അത് ഇതുകൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ ഇയാൾക്ക് ഇത് ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ ഇത് പിന്നെ മദ്യത്തിൻ്റെ അടിമയാകും. എത്ര കുടുംബങ്ങളെ പോകണമെന്നറിയാമോ? എത്ര കുടുംബങ്ങൾ. ഞാനിത് ഈ ധ്യാനം തൊടുപുഴയും ഇടുക്കിയിലൊക്കെ നടക്ക് ഒരു സ്തോത്ര കാഴ്ചയോ പിരിവോ ഒന്നും മേടിക്കാതെയാണ്. അതിന് അന്ന് 150 രൂപ ഫീസുണ്ട്. 150 രൂപ ഫീസ് മേടിച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊന്നും തരത്തില്ല. മാസം 10,000 രൂപ 6,000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് ചിലവാക്കിയിട്ടാണ് ഞാൻ ഈ ധ്യാനം നടത്തി കൊടുക്കുന്നത്. എന്താ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ഒരു ധ്യാനം കൂടി കഴിഞ്ഞാൽ പിറ്റേ മാസം വീണ്ടും അവർ വന്നിരിക്കും. അപ്പോൾ വരുമ്പം ആ സഹോദരിമാരുടെ ഒരു സന്തോഷമുണ്ട്. അവർ പറഞ്ഞേക്കണം, സാറേ എൻ്റെ ചേട്ടൻ മദ്യപാനം നിർത്തി, ഒരു മാസം മദ്യപാനം നിർത്തി കഴിഞ്ഞ് കിട്ടിയ കാശ് കൊണ്ട് പൊട്ടിച്ച് കളഞ്ഞ ചട്ടി, കലം, TV എല്ലാം മേടിച്ച്, ഇത് എൻ്റെ കഴുത്തിൽ കിടന്ന താലിമാല പുതിയതാണ് എൻ്റെ ചേട്ടൻ മേടിച്ചു തന്നാ, മദ്യപാനം നിർത്തി. അത് കേൾക്കുമ്പോഴുള്ള ഒരു സന്തോഷവും നമുക്ക് എത്ര സ്തോത്ര കാഴ്ചയൊന്നും അവിടെ ഏക്കത്തില്ല. അച്ഛന്മാരൊക്കെ പറയും, സ്തോത്രക്കാഴ്ച മേടിക്ക്, കയ്യിൽ നിന്ന് കാശ് കൊടുക്കുന്നതിനാ. അതല്ല ശരി. കാശ് മേടിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇത് കുറയും. നമ്മളിതിനകത്ത് വരുന്ന ഒരു 50-60 പേരുണ്ടാവും ധ്യാനത്തിന്. അതിനകത്ത് ഒരു 20-30 പേര് മദ്യപാനികളായിരിക്കും. അതിലൊരു 5-10 പേര് മാത്രം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാത്തുള്ളൂ. ബാക്കിയെല്ലാം ഉപേക്ഷിച്ചിട്ടേ പോകുള്ളൂ.
അപ്പോൾ എന്ത് സന്തോഷം നമുക്ക് കിട്ടണമെന്നറിയുമോ? പക്ഷേ ഇവരിൽ ഈ ഈ ഇത്രയും പേരിനകത്ത് 2-3 പേർക്ക് മാത്രമേ ഈ കൈവശമില്ലാത്ത ഉണ്ടാകത്തുള്ളൂ. ബാക്കിയെല്ലാം കൈവശത്തിൻ്റെ ആൾക്കാരാണ്. ബാക്കിയെല്ലാം കൈവശത്തിൽ പെട്ടുപോയി മദ്യപിച്ച് വന്ന ആൾക്കാരാണ്. എന്നാൽ തൊടുപുഴയിൽ നിന്ന് ഇടുക്കിയിലേക്ക് പറഞ്ഞു വിട്ടത് പുന്നക്കുട്ടി പിതാവാണ്. തൊടുപുഴ നടത്തേണ്ട, ഇടുക്കിയിൽ പോയി നടത്തിക്കോ, ഞാൻ ആനിക്കുഴിക്കാട്ട് പിതാവിനോട് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പിതാവിൻ്റെ അടുത്ത് ചെന്ന് ആനിക്കുഴിക്കാട്ട് പിതാവാണ് എനിക്ക് ഇടുക്കിയിൽ ഇത് ചെയ്യാനുള്ള അനുവാദം തന്നെ. മനസ്സിലെ എത്ര ആയിരങ്ങളാണെന്നറിയോ ഈ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട. ആ പിതാവ് പറയും, ഒരു മദ്യപാനി രക്ഷപ്പെടുമ്പം ഒരു കുടുംബം രക്ഷപ്പെടും, ഒരു കുടുംബം രക്ഷപ്പെടുമ്പം ഒരു ഇടവക രക്ഷപ്പെടും, ഒരു ഇടവക രക്ഷപ്പെടുമ്പം ഒരു പ്രദേശം രക്ഷപ്പെടും. അപ്പോൾ രാജു ചെയ്യേണ്ടത് ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യമാണ്. പിന്നെ പിതാവിനോട് സന്തോഷം. നമ്മൾ സ്തോത്ര കാഴ്ചയൊന്നും മേടിച്ചത് ചെയ്യില്ല, 10 പൈസ മേടിച്ച് നമ്മൾ ചെയ്തില്ല. അത് ധ്യാനത്തിന് വന്ന അച്ഛന്മാർക്ക് വരെ ഞാനാണ് കയ്യിൽ നിന്ന് കാശെടുത്ത് കൊടുത്ത് അവർക്ക് ഫീസ് കൊടുക്കണം, വണ്ടിക്കൂലി കൊടുക്കണം, അതൊക്കെ ഞാനാണ് കൊടുക്കണം. കാരണം എനിക്കതിനകത്തുള്ള സന്തോഷം ഇതാ, ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ ഇതുങ്ങളുടെ സന്തോഷമാണ്. എത്ര കുടുംബങ്ങളെ നശിക്കണമെന്നറിയുമോ? ഇവർ വെള്ളം കുടിച്ചുകൊണ്ട് മദ്യം കഴിച്ചുകൊണ്ട് വെളിവില്ലാണ്ട് കയറി വരുമ്പം പിടിച്ചിട്ട് തല്ലും, മക്കളെയും ഭാര്യേനൊക്കെ തല്ലും ഇവർ. അപ്പോൾ ഇത് പേടിച്ചിട്ട് നിങ്ങൾ പോയി വല്ല കുറ്റിക്കാട്ടിലൊക്കെ പോയി ഒളിച്ചിരിക്കും. അവർ പറഞ്ഞ കാര്യങ്ങളുണ്ടോ? കുറ്റിക്കാട്ടിൽ പോയി ഒളിച്ചിരുന്നിട്ട് വല്ല മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ അടുത്ത വീട്ടിൽ പോയി ചേക്കേറും. അവിടെ നിൽക്കുക ഈ പിശാചുകൾ. ഇവർ അവിടെ ചെല്ലുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവിടെ പിശാച് നിൽക്കുക. അപ്പോൾ എന്താ സംഭവിക്കണേ? ഒന്നില്ലെങ്കിൽ ആ മക്കളെ അവൻ നശിപ്പിക്കും, അതല്ലെങ്കിൽ ആ ഭാര്യയെ അവൻ നശിപ്പിക്കും. അപ്പോഴും അവർക്ക് തീച്ചൂളയാണ്, വറചട്ടിയിൽ നിന്ന് എടുത്ത് എഴുതിയിലേക്ക് ഇട്ടെന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ ഈ കൂടി നിർത്തി കഴിയുമ്പം ഇവർക്ക് എങ്ങും ഓടണ്ട, ഒളിക്കണ്ട. ഇവർ സ്വസ്ഥമായിട്ട് സന്ധ്യയാകുമ്പോൾ വീട്ടിൽ വരും, മക്കളോട് കൂടെ ചിരിച്ച് കളിച്ച്, ഭാര്യയോട് കൂടെ ചിരിച്ച് കളിച്ച്, അത്താഴമൊക്കെ കഴിച്ച്, പ്രാർത്ഥനയൊക്കെ എത്തിച്ച് സുഖമായിട്ട് കഴിയും. അപ്പോഴാണ് കുടുംബം രക്ഷപ്പെടുന്നത്. അതിൻ്റെ എല്ലാം കാരണം ഈ കൈവശമാണ്. നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റത്തില്ല, നമുക്കതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനത്തിന് നമുക്ക് അവനെ ബന്ധിച്ചിടാം, ശമിപ്പിച്ചിടാം, അത്രേ പറ്റുള്ളൂ. നീ ഇയാളെ ഉപദ്രവിച്ചേക്കരുത്, എൻ്റെ അനുവാദം ഇല്ലാണ്ട് ഇയാളെ ഉപദ്രവിക്കരുതെന്ന് അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് കേൾക്കും. അപ്പോൾ പിന്നെ അവൻ അവിടെ ശാന്തമായി കിടന്നോളും. പക്ഷേ അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ മാംസകഷ്ണം, ഉണ്ടയായ മാംസകഷ്ണം, പഞ്ഞിയും രോമമൊക്കെ വന്ന അതൊന്നും അതിനകത്ത് ബാധകമല്ല. അത് നല്ലത്, അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ലത്, എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ എത്രയോ കുടുംബങ്ങൾ നശിച്ചു പോകണമെന്നറിയോ ഈ മദ്യത്തിൻ്റെ ഈ ആസക്തിയിൽ. ഈ മദ്യം ഇങ്ങനെ നശിക്കാനുള്ള കാരണത്തിനകത്ത് നമ്മൾ 90% ഈ കൂടോത്ര, ഈ കൈവശമാണ്. മറ്റെന്തുവാണെങ്കിലും നമുക്ക് ഒഴിവാക്കാം, ഇത് മാത്രം നമുക്ക് തൊടാൻ പറ്റത്തില്ല, അവനെ ഒഴിവാക്കി കളയാൻ പറ്റത്തില്ല. ഇത് ഒരു വലിയ ആപത്താണ്, ഒരു വലിയ അപകടമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ സമൂഹത്തിൽ, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിൽ. ഇതൊക്കെ വലിയൊരു അപകടമാണത്. അതുകൊണ്ട് ഇതിനെ നിങ്ങൾ അപ്പം ചോദിക്കുക എങ്ങനെ തിരിച്ചറിയുന്നു? ഇതിനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആരുടെ കയ്യിൽ നിന്നും പോയി ഒരു ഭക്ഷണം മേടിച്ച് കഴിക്കാതിരിക്കുക. അതിപ്പോൾ പെൺകുട്ടികളാണെങ്കിലും ഒരാൾ തരുന്ന, കുട്ടികൾ തരുന്ന, കൂട്ടുകാർ തരുന്ന ഒരു സാധനം നമ്മൾ മേടിച്ച് കഴിക്കാതിരിക്കുക. വലിയവരാണെങ്കിൽ ഈ ആണുങ്ങളാണെങ്കിൽ അവരും ആരും തന്നെ സാധനം മേടിച്ച് പരിധിവരെ കഴിക്കാതിരിക്കുക. പിന്നെ ആരും അങ്ങനെ ഒന്നും കഴിക്കാതെ ജീവിക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷേ ഇത് പെട്ടുപോയാൽ പോക്കുക. ഈ സാധനം നമ്മുടെ ഉള്ളിൽ വന്നാൽ പിന്നെ നമ്മളെ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നിങ്ങളിത് മനസ്സിലാക്കിക്കോ. ഇപ്പോഴും എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ഒന്ന് നോക്ക് സാറേ, എന്താണ് കുടുംബമാകെ നശിച്ചു, കല്യാണം കഴിച്ചു വിട്ടോ മക്കളിത് തിരിച്ചു വരുന്നു, സാർ ഒന്ന് നോക്കാവോ, ഒന്ന്
നോക്ക്, എന്താ കുഴപ്പം, ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ സാറൊന്ന് ഒഴിവാക്കിത്താ. അപ്പം ഇത് ഒരു വലിയൊരു അപകടമാണ്. ആ അപകടത്തെ നമുക്ക് ഒഴിവാക്കണം. ആ അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. മനസ്സിലായില്ലേ? ഇപ്പോഴും എന്നോട് ഈ മദ്യപാനത്തിൻ്റെ ക്ലാസ്, മദ്യപാനം നിർത്താനുള്ള ധ്യാനം തുടങ്ങണമെന്ന് പറഞ്ഞ് 1-2 പേര് വൈദികരുണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമുക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് അതിനുള്ള സംവിധാനം വേണം. അപ്പോൾ അതിനുള്ള അത് കിട്ടത്തില്ല. അതുകൊണ്ടത് സ്വയം നിങ്ങൾ തീരുമാനിക്കുക, സ്വയം നിങ്ങളതിനകത്ത് രക്ഷപ്പെടാൻ നോക്കുക. ഒരു വിധത്തിലും ആരെയൊന്നും ഒന്നും മേടിച്ച് കഴിക്കാതിരിക്കുക. ഇതൊരു പിശാചാണ്, ഇതൊരു പൈശാചിക ശക്തിയാണ്. മനസ്സിലായില്ലേ? ഞാൻ മദ്യപാനികളുടെ ധ്യാനം ഞാൻ പിതാവിനോട് പറഞ്ഞു, പിതാവെ ഞാൻ നിർത്താമെന്ന് പറഞ്ഞു. പിതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാജു നിർത്തരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല പിതാവെ നിർത്താം. കാരണം എൻ്റെ കൂടെ നടന്ന ഒരു വ്യക്തി ആണ്, അവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അവൻ എനിക്കിട്ട് എന്നെ ഒരു മോശമായ രീതിയിലേക്ക് എന്നെ ആക്കി. എനിക്കത് ബുദ്ധിമുട്ടാണ്. ഇപ്പം പല ചേച്ചിമാരും ഇപ്പോഴും വിളിക്കുന്നത് പറഞ്ഞാൽ അവർ ചോദിക്കും, സാറേ ഇനി എന്നാ ധ്യാനം തുടങ്ങണേ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ആൾ ഭയങ്കര ശല്യമാണ്, കുടിച്ച് വീട്ടിൽ കിടന്ന് ബഹളമാണ്, ഒച്ചയാണ്, തല്ലാണ്, സാർ ഒരു ധ്യാനം നടത്തണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് അവർ രക്ഷപ്പെടുത്താൻ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതിന് പറ്റത്തില്ല. അപ്പോഴും അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുടക്കിയ, ഈ ധ്യാനം നിർത്താൻ വേണ്ടി മുടക്കിയ ആ വ്യക്തിനെയാണ് അവർ പ്രാകണേ. മനസ്സിലായില്ലേ? അപ്പോൾ എത്രയോ കുടുംബങ്ങളാണെന്നറിയോ, എത്രയോ കുടുംബങ്ങളാണ് ദിവസവും ഒരു മനുഷ്യനെ പ്രാഗി നശിപ്പിക്കണമെന്നറിയോ. ഞാൻ പറയും അതിൻ്റെ ആവശ്യമില്ല. അത് അയാൾ ഇപ്പം ഈശോനെ ഒറ്റ കൊടുത്തത് യൂദാസാ, കൂടെ നിന്നവനാണ്. ഇവനെൻ്റെ കൂടെ നിന്നതാണ്. ഇയാളെൻ്റെ കൂടെ നിന്നതാണ്. എനിക്ക് ഏറ്റവും അടുത്ത്, എൻ്റെ കൂടെ ഏറ്റവും അടുത്ത് നിന്ന ഒരു മനുഷ്യനാണ്. അവനാണ് എന്നെ ഒറ്റ കൊടുത്തത്. യേശുവിനെ അങ്ങനെയല്ലേ ചെയ്തേ? യേശുവിനെ അങ്ങനെ ഒറ്റിക്കൊടുക്കുകയത്. കൂടെ നടന്നവനാണ് യൂദാസ് എന്ന് പറഞ്ഞവരെ. അതങ്ങനെ നിങ്ങൾ കണ്ടാൽ മതി എന്ന് പറയും, അയാളെ വിട്ടേക്കെന്ന് പറയും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ വെച്ച് കഴിഞ്ഞാൽ, ഈ കൈവശം എന്താണ് കൈവശം എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ മക്കളെയും കുടുംബത്തെയൊക്കെ രക്ഷപ്പെടുത്തണം. മേലിൽ ഇതുണ്ടാകരുത്. മേലിൽ ഒരാളും ഇതിനകത്ത് പോയി ചാടരുത്. അത്രയേ ഉള്ളൂ. ഞാൻ പിന്നെയും എടുത്തു പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പള്ളികളിൽ യൂത്ത് പിള്ളേർക്ക് അവർക്കൊരു ക്ലാസ്സൊക്കെ ഇതിനെക്കുറിച്ച് അവർക്ക് അറിയത്തില്ല ഇതിനകത്ത് എന്ത് സംഭവിക്കണമെന്നൊന്നും. ഈ കൈവശം എന്ന് പറഞ്ഞാൽ തന്നെ ആർക്കും അറിയത്തില്ല. ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അതെന്താണെന്ന് പോലും അറിയത്തില്ല, അത് വിഷമാണ് എന്നൊക്കെ പറഞ്ഞാണ് പ്രചരിപ്പിക്കുന്നത്. പക്ഷെ അത് ഈ കുഞ്ഞുങ്ങളുടെ ഇടയിൽ എങ്ങനെ രൂപപ്പെടും, എങ്ങനെ അത് പ്രവർത്തികമാകും എന്നുള്ളത് അവർ പറഞ്ഞ് മനസ്സിലാക്കി, അതിൻ്റെ ദൂഷ്യങ്ങൾ മുഴുവൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിന് ഒരു പരിധി വരെ നമ്മുടെ അച്ഛന്മാർ വിചാരിച്ചാൽ ഈ കുഞ്ഞുങ്ങളെ ഇതിനകത്തൊന്നും വീഴാതെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവർ ചോദിക്കുന്ന ചോദ്യത്തിന്, നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി അവർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ അവർക്കിത് വിശ്വാസമാവില്ല. അങ്ങനെയുള്ള ആളെ കൊണ്ട് വല്ലപ്പോഴും, എല്ലാ മാസവും അല്ല, വല്ലപ്പോഴും എല്ലാ മാസം ഇടയ്ക്ക് 2, 3, 4 മാസം കൂടുമ്പോൾ ഒരു ദിവസം ഒരു ക്ലാസ് അവർക്ക് കൊടുത്താൽ അത് ഉപകാരപ്പെടും. മനസ്സിലായില്ലേ? എനിക്ക് ഇത് പറയാനുള്ളൂ അതിനെക്കുറിച്ച്. കാരണം ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എൻ്റെ ഈ ശുശ്രൂഷ ജീവിതത്തിലേക്ക് ഞാൻ വന്ന് എൻ്റെ ഈശോ എനിക്ക് തന്ന എൻ്റെ മിനിസ്ട്രി തന്നെ ഈ പൈശാചിക ശക്തിയെ ബന്ധിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആധികാരികമായിട്ടിത് പറയാൻ കാരണം.
അപ്പോൾ നമുക്ക് കാണാം അത്. പക്ഷെ എനിക്കത് കാണാനുള്ളൊരു കൃപയും തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിനെ എടുക്കാൻ പറ്റത്തില്ല. കാരണം അത് മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനമാണ്. അത് അവൻ്റെ വയറ്റിലിങ്ങനെ അട്ടിയാട്ടി ഇങ്ങനെ വരും. ഈ ചെടി വന്നമാർ, ആ മതിലുമ ചെടി പിടിക്കുന്നവരിങ്ങനെ പയ്യെ പോരും. അവസാനമാകുമ്പോൾ ഇയാളെ കൊന്നുകളയും. അത് ആ വ്യക്തി മാത്രമായിരിക്കത്തില്ല, ഒരു പലരും പോകുന്ന ആ കുടുംബത്തോടെ ആയിരിക്കും. ആ കുടുംബം മൊത്തം പോകും. ഇല്ലെങ്കിൽ ആ വ്യക്തി ആത്മഹത്യ ചെയ്യും, തൂങ്ങിച്ചാവും, അല്ലെങ്കിൽ വിഷം കഴിക്കും. മനസ്സിലായോ? നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇത് ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ സമാധാനം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയല്ലേ ഈ മദ്യപാനികൾ പറ്റണേ? അവർ സമാധാനം നഷ്ടപ്പെടും. അവർക്ക് കടം വരും, കടം വന്ന് കയറും. ഇനി മദ്യം കഴിച്ചില്ലെങ്കിൽ പോലും ചില ആൾക്കാർ കണ്ടല്ലേ കടം കയറി നശിക്കും. അതിൻ്റെ മെയിൻ കാരണം ഈ സാധനം. ഇത് അവരുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്തത്. അവർ മരിച്ചേ പറ്റൂ. അവർ മരിക്കുമ്പം എന്ത് ചെയ്യും? അവർ മാത്രമല്ല എടുക്കണം, ഭാര്യയും കുട്ടികളെയൊക്കെ തന്നെ കൊന്നുകളയും. ശരിക്കും വലിയ മാരകമായൊരു സംഭവമാണ്. മാരകമാണത്, ഈ കൈവിഷം. അത് ചെയ്യുന്ന വ്യക്തിക്ക് അറിയത്തില്ല ഇതിനകത്ത് ഇത്രയും ഗൗരവമുണ്ടെന്ന് അവർക്ക് അറിയത്തില്ല. ഇത് ഇത്രയും ഗൗരവമുള്ളൊരു സാധനമാണെന്ന് അവരറിഞ്ഞെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യത്തില്ല. എത്ര ശത്രുവാണെങ്കിൽ പോലും ചെയ്യത്തില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലാത്ത ആൾക്കാർ എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ച് പറയുന്നതുകൊണ്ട് ആർക്കും ഇതിൻ്റെ സത്യാവസ്ഥ അറിയത്തില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇത് നിങ്ങൾ കേൾക്കണം. ഇതൊരിക്കലും നിങ്ങൾക്ക് ഇനി കിട്ടത്തില്ല. ഒരാളിൽ നിന്നും ഇത് കിട്ടത്തില്ല. മനസ്സിലായില്ലേ? ഒരാളിൽ നിന്നും, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്നും ഞാനീ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കഴിയുന്നിടത്തോളം പേര് ഇത് കേൾക്കുക, പങ്കുവെച്ച് കൊടുക്കുക, നിങ്ങളുടെ മക്കളെ രക്ഷപ്പെടുത്തുക, നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടുത്തുക. കടം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അറിയാതെ കയറി വരും കടം. ഇതാണ് അതിൻ്റെ കാരണം. ഇത് ഉള്ളിൽ കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ചുമ്മാ കടത്തിലേക്ക് അങ്ങ് ചാടിക്കും. കടത്തിൽ ചാടിച്ച അവസാനം ആ കുടുംബത്തോടെ നശിച്ചു പോകല്ലേ? മദ്യം കഴിക്കുന്ന കുടുംബം ആ കുടുംബത്തോടെ നശിച്ചു പോകല്ലേ? അതുകൊണ്ട് ഇത് കേൾക്കാവുന്നിടത്തോളം പേര് കേൾക്കുക, നിങ്ങൾക്ക് കൊടുക്കാവുന്നിടത്തോളം കൊടുക്കുക, പങ്കുവെച്ച് കൊടുക്കുക. അവർ കേൾക്കട്ടെ, അവരും മനസ്സിലാക്കട്ടെ. മനസ്സിലായില്ലേ? ഇപ്പം ഞാനിതിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഞാൻ തരാം, നിങ്ങൾ കുറിച്ച് വെച്ചോ. 9444666181 94 47 46 61 81. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നശിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നോക്കാം. ഒരാൾ രക്ഷപ്പെടാമെന്നുള്ളതല്ലേ നമ്മുടെ ദൗത്യം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ കർത്താവേ എന്ന് വിളിക്കുന്നത്? ഒരാളെ രക്ഷപ്പെടുത്തുക, പ്രതിഫല ഇച്ഛയില്ലാതെ ഒരാളെ രക്ഷപ്പെടുത്തുക. അപ്പോഴാണ് അവിടെ ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? അപ്പോഴാണ് അവിടെ ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ അവിടെ സാത്താൻ വിളയാടും. അതുകൊണ്ട് ഇനിയിപ്പം എനിക്ക് 2 കൂടി ചെയ്യാനുണ്ട്. അത് കൂടോത്രവും മന്ത്രവാദവും. അത് ഞാൻ 2 കൂടി ഒരു ദിവസം ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് സ്വീകരിക്കാമെങ്കിൽ